പരുക്കൻ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ രാജു എന്ന് നിശ്ചയദാർഢ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. അചഞ്ചലമായ ചൈതന്യത്തിന് പേരുകേട്ട രാജ് തൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു സഹിഷ്ണുതയോടെ ജീവിത വെല്ലുവിളികളെ നേരിട്ടു. പ്രതികൂല സാഹചര്യങ്ങളിലും കരുത്തു തേടുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കഥ പ്രത്യാശയുടെ വെളിച്ചമായി. ഒരു ദിവസം ഒരു കൂട്ടം ഗ്രാമീണർ രാജിന് ചുറ്റും കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പ്രതിരോധത്തിൻ്റെ കഥ കേൾക്കാൻ ആകാംക്ഷയോടെ. വിനയാന്വിതനായ പുഞ്ചിരിയോടെ താൻ മാറിയ ആത്മാഭിമാനമായി തന്നെ രൂപപ്പെടുത്തിയ യാത്രയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കാൻ തുടങ്ങി. ആ ഗ്രാമത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ നിഴലിൽ നിന്നാണ് രാജിൻ്റെ കഥ ആരംഭിച്ചത്. ചെറുപ്പം മുതലേ അതിൻ്റെ കൊടുമുടിയിൽ കയറാൻ അവൻ ഒരു സ്വപ്നം സൂക്ഷിച്ചു. പലർക്കും അസാധ്യമെന്ന് തോന്നിയ ഒരു സ്വപ്നം. ഗ്രാമവാസികൾ പിന്തുണച്ചെങ്കിലും ഇത്തരമൊരു മഹത്തായ ഉദ്യമത്തിൻ്റെ സാധ്യതയെ സംശയിച്ചു. നിശ്ചയദാർഢ്യവും ധൈര്യം നിറഞ്ഞ ഹൃദയവുമായി രാജ് തൻ്റെ വെല്ലുവിളി നിറഞ്ഞ കയറ്റം ആരംഭിച്ചു. അവൻ മുകളിലേക്ക് കയറുമ്പോൾ വായു നേർത്ത് പാത കുത്തനെയുള്ളതായി. എന്നിട്ടും മലയെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ദൃഢതയോടെ രാജ് ഓരോ പ്രതിബന്ധങ്ങളെയും നേരിട്ടു. എന്നിരുന്നാലും രാജ് കൊടുമുടിയുടെ അടുത്തെത്തിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് പൊട്ടിത്തെറിച്ചു. മഞ്ഞും കാറ്റും വീശി. താഴെ നിന്ന് വീക്ഷിച്ച ഗ്രാമവാസികൾ അവൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭയന്ന് അവനെ ഇറങ്ങാൻ പ്രേരിപ്പിച്ചു. പക്ഷേ അദമ്യമായ ആത്മാവിനാൽ ജ്വലിച്ച രാജ് തൻ്റെ സ്വപ്നത്തിൽ മുറുക്കെ പിടിച്ചു. ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കൊടുങ്കാറ്റ് രാജിൻ്റെ പ്രതിരോധശേഷി പരീക്ഷിച്ചു. മഞ്ഞുമൂടിയ കാറ്റിനാൽ ചുറ്റപ്പെട്ട് ഒരു വൈറ്റോട്ടാൽ ചുറ്റപ്പെട്ട് അവൻ ഇടറി വീണു. അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും എഴുന്നേറ്റു. അലർന്ന കാറ്റിൽ അവൻ്റെ മന്ത്രം പ്രതിധ്വനിച്ചു. ഞാൻ തോൽവി സമ്മതിക്കുന്നതുവരെ ഞാൻ തോൽക്കില്ല. കൊടുങ്കാറ്റ് ഒടുവിൽ ശമിച്ചപ്പോൾ പർവ്വതത്തിൻ്റെ നെറുകയിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച വെളിപ്പെടുത്തി. രാജ് അവൻ്റെ യാത്രയിൽ വിജയിച്ചു. അവൻ്റെ പ്രതിരോധം കൊടുങ്കാറ്റിനെ കീഴടക്കി. അവൻ തൻ്റെ സ്വപ്നത്തിൻ്റെ കൊടുമുടിയിലെത്തി. നിശ്ചയദാർഢ്യത്തിൻ്റെ ഈ നേട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഗ്രാമവാസികൾ രാജിൽ പ്രതിനിധീകരിക്കപ്പെട്ട പ്രതിരോധ ശക്തിയാൽ പ്രേരിതരായി. രാജ് പുതിയ ജ്ഞാനത്തോടെ മലയിറങ്ങി. സഹിഷ്ണുത എന്നത് ബാഹ്യമായ വെല്ലുവിളികളെ നേരിടുക മാത്രമല്ല, തൻ്റെ ഉള്ളിലെ സംശയങ്ങളെയും ഭയങ്ങളെയും തരണം ചെയ്യുന്നതിനും കൂടിയാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗ്രാമീണരുമായി തൻ്റെ കഥ പങ്കുവച്ചു. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ പ്രവചനാതീതമായിരിക്കാം, പക്ഷേ നമ്മൾ അവയെ എങ്ങനെ നേരിടണമെന്ന് നിർവചിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷിയാണ്. ഓരോ വീഴ്ചയും കൂടുതൽ ശക്തമായി ഉയരാനുള്ള അവസരമാണ്. ഓരോ തടസ്സവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്, രാജ് ജനക്കൂട്ടത്തോട് പറഞ്ഞു. രാജിൻ്റെ കഥ ഗ്രാമത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു. വെല്ലുവിളികളുടെ പർവ്വതങ്ങളെ അഭിമുഖീകരിക്കുന്ന പലർക്കും പ്രചോദനത്തിൻ്റെ ഉറവിടമായി രാജിൻ്റെ കഥ. പ്രയാസങ്ങളുടെ അഭാവമല്ല, അവയെ നേരിടാനുള്ള കരുത്താണ് മനക്കരുത്ത് എന്നും അദ്ദേഹത്തിൻ്റെ യാത്ര ഉപദേശിച്ചു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.